ഇല്ല, വന്നിട്ടില്ല. പ്രയർ സ്റ്റാർട്ട് ചെയ്യണോ ഇപ്പം? ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്നാ പ്രയർ സ്റ്റാർട്ട് ചെയ്യാവേ. ഞാനാ തുടങ്ങട്ടെ? കേൾക്കുന്നുണ്ടോ? തുടങ്ങിക്കോടാ. കേൾക്കുന്നില്ലേ? കേക്കുന്നുണ്ട്. ശരി ശരി, ഓക്കെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. തോട്ട് ഓഫ് ദി ഡേ പറയട്ടെ? Good afternoon, ma'am. Thought of the day. The future belongs to those who believe in the beauty of their dreams. Eleanor Roosevelt. Meaning, believe in your dreams because they shape your future. Thank you. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സൈൻ ഇൻ ഞാനാണേ, ശ്രുതി. ഒരു മാപ്പിളപ്പാട്ട് പാടാം. സംഗ്രതപമകരി തങ്കത്തുങ്കത്തതിം കിണതിം കൃതതിമി കിടമേള തകതം ധരി സരിഗമ തക്കട ജത്ത തിന്തിങ്ങിണ തിന്തിമി താളം കൃതത്താളം. സംഗ്രതപമകരി തങ്കത്തുങ്കത്തതിം കിണതിം കൃതതിമി കിടമേള തകതം ധരി സരിഗമ തക്കട ജത്ത തിന്തിങ്ങിണ തിന്തിമി താളം കൃതത്താളം. സംഗ്രതമോടെ തിരു സ്വർഗനകർക്ക് കഞ്ചത്തെ സുന്ദര ഹോറിന്നിസ ചിത്തിരമൊത്തൊരു കഞ്ചത്തെ വെൺകതിരോനോവിൻ പഴങ്കതിരോനിൻ മഞ്ചത്തെ വെണ്ടിടോൾ മുടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ ഉന്നുന്നേ മുടി വണ്ടിറകൊത്ത കറുപ്പ് പെരുപ്പും മിന്നുന്നേ മുടഞ്ഞിട്ട കുനിത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നുന്നേ അണപ്പിടുൾ മടമ്പടി വരെ സുത്ത കാമാനിൽ വളവൊത്ത മീകാനുസലം വട്ടത്തെളിവർ മട്ടത്തിരുമോഹ ജഗതം തങ്കത്താദ്യം കീണ കൃതി കീട സംസരിതം കില്ലത്താഗതിമി താളം കൃത ജുംജുമൃതം സ്വർഗത്താലമിലെ പല ധ്വനി കളി ചിരിക്കൊള്ളലികൾ സംകൃത പമകൻ തങ്കത്തുങ്കത്താദ്യം കീണതിം കൃതതിമി കിടമേള തകതം ധരി സരിഗമ തക്കട ജത്ത തിന്തിങ്ങിണ തിന്തിമി താളം കൃതത്താളം. ചെമ്പകമല ദുടി ചെപ്പിപ്പിടിയോ കാവിൽ തട ഇമ്പമുള്ള അതിശയവാക്കും തിരുചെഞ്ചലിൽ മികവന്ന പൊട്ടേ വട്ട സുർമ കണ്ണാൽ കൊഞ്ചിച്ചേരിച്ച വെട്ടും നോക്കും പൊൻപവിഴമേ ചുണ്ടും മുത്തണിവത്ത വീതം പല്ലും അമ്പുടെ കണവർന്ന മൂക്കും മനം പൊങ്ങിടും ഹിണവലിയും കരശങ്കും നാണിക്കുന്നേ സംകൃത ധ്വനി രസവാക്കും ഇമ്പക്കറക്കഴുത്തും കരണക്കണ്ണി ചുരുത്തിട്ട് എമ്പിടും മാഹർവീതി കരിമച്ചിപ്പ് കറുത്തിട്ട് സമ്പ്രദായമോ കുഞ്ഞിക്കിണ്ണമെ വട്ടം ചുറ്റിട്ട് സാരസ കനി ഓർമ്മ പഴമോ മുലയം മൊത്തിട്ടേ ചെപ്പാനേ പളുങ്കക്കുടമോ ശരിയാതലയാതെ നിപ്പാണേ തരമിപ്പിളും ഇപ്പിടി കപ്പിലും എർപ്പടി പൊൽപ്പാണേ കൊതിയാലെ കമലിളകിടും സുത്ത വാളുത്ത മസുവസ്ത പാത്രമോ വയർ മുട്ടത്തരേത് അറ്റിട്ടൊരു പിടി തകതകജം തങ്കത്താദ്യം കീണ കൃതി കീട സംസരിതം കില്ലത്താഗതിമി താളം കൃത ജുംജുമൃതം സ്വർഗത്താലമിലെ പല ധ്വനി കളി ചിരിക്കൊള്ളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്തതിം കിണതിം കൃതിമികിടമേള തകതം ധരി സരിഗമ തക്കട ജത്ത തിന്തിങ്ങിണ തിന്തിമി താളം കൃതത്താളം.
സൈൻ ബൈ ശ്രുതി. താങ്ക് യു. ഓക്കെ ശ്രുതി, വെരി ഗുഡ്. ആക്ച്വലി ഇത് പാടാന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ, ഭയങ്കര ആ ഒരേപോലെ ഭയങ്കര ഫസ്റ്റ് വിചാരിക്കും ഞാൻ ഇതൊക്കെ എത്ര കണ്ടത്, ശ്വാസം കിട്ടത്തില്ല, ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടത്തില്ല. ഞാൻ ഒത്തിരി മത്സരത്തിനൊക്കെ പാടി, ഇപ്പൊ ഭയങ്കര പനിയും കഫും കോൾഡും ആയിട്ടൊക്കെ ഇരിക്കുവാ. പിന്നെ ചെയ്തു, കാരണം അത് ആ ഒരു എന്താ പറയാ, ആ ഒരു ടെമ്പോയിൽ പോണെങ്കിൽ ഇച്ചിരി പാടില്ല. ഒരുപാട് ദാസേട്ടൻ ഭയങ്കരമായിട്ട് പാടി വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടിപ്പോകും. പിന്നെ ഞാൻ മാപ്പിളപ്പാട്ട് ഒരുപാട് തവണ മത്സരിച്ചു, അപ്പൊ ഇത് ലൈനെല്ലാം കറക്റ്റ് നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ പനി ആയതുകൊണ്ട് ഇന്ന് അത്ര വന്നില്ല എന്ന് ശ്രമിച്ചു. ശ്രുതിയുടെ പാട്ട് കേട്ടിട്ട് എന്റെ മക്കളോട് ഡാൻസ് കളിക്കായിരുന്നു. ഞാനിത് ഒപ്പനയ്ക്ക് പാടിയും കൊടുത്തിട്ടുണ്ട് മത്സരത്തിന്. സ്റ്റേജില് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയും പാടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സന്തോഷം ശരണ്യ. താങ്ക് യു. ശരണ്യക്ക് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമായിരുന്നു. ശരി, ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ. ഞാനും ഓക്കെ, സോ നമ്മൾ ഇവിടെ വരെ സെക്കൻഡ് കളക്ഷൻ ബുക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് എത്രാമത്തെ ഒരു മിനിറ്റ് പേഴ്സണൽ ഹൈജീൻ വരെയാ. ഇനി പേഴ്സണൽ ഹൈജീൻ എടുക്കാനുള്ളത്. നമ്മൾ റെക്കോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിസ്സേ. റിവേഴ്സ് കളറിംഗ് വരെ, രണ്ടാമത്തെ റെക്കോർഡിന്റെ റിവേഴ്സ് കളറിംഗ് വരെയായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, എനിക്ക് വലിയ ഐഡിയ ഇല്ല, കാരണം ഞാൻ കുറെ ക്ലാസ്സിൽ കയറുന്നുണ്ട്, നിങ്ങൾ ഒരു ക്ലാസ്സിലല്ലേ കയറുന്നുള്ളൂ. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ചെയ്യണോ അല്ലെ, ആ ഒരു അർച്ചന. താങ്ക് യു. പേഴ്സണൽ ഹൈജീൻ ടോപ്പിക് ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ടോപ്പിക്സിലേക്ക് എടുക്കും. അപ്പൊ ഞാൻ ആ റെക്കോർഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ ചെയ്തു തുടങ്ങിയോ? പറഞ്ഞത് വരെ കംപ്ലീറ്റ് ചെയ്തു. വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞു തന്നിട്ട് വേണം ചെയ്യാൻ. കാരണം ഞാൻ എല്ലാ ബാച്ചിന്റെയും വൈവ ടൈം ആവുമ്പോ കുറെ പേരുടെ കരച്ചിൽ ഇങ്ങനെ ദിവസം എനിക്ക് കേൾക്കലാണ്. അയ്യോ മിസ്, എന്റെ തീർന്നിട്ടില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നിട്ട് കുറെ കഥകള് കുറെ ഞങ്ങൾ പറ്റുന്ന പോലെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് മിസ്. ഫസ്റ്റത്തെ തീർന്നു, നമ്മൾ പറ്റുന്ന പോലെ ആഡ് ചെയ്തു കുറെ പിക്ചേഴ്സ്. പിന്നെ സെക്കൻഡ് ഇതുപോലെ തന്നെ മിസ് പറഞ്ഞത് വരെ എത്തിച്ചു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്യും. അപ്പൊ എങ്ങനെയാണെന്ന് ഐഡിയ കിട്ടും ഓരോരുത്തർ പറയുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ചെയ്യും. ഞാൻ ക്വസ്റ്റ്യൻ നോക്കുകയാണ് മിസ്. നിങ്ങൾക്ക് എന്തായാലും എക്സാമും വൈവ്യം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം നോക്കിക്കഴിഞ്ഞു. പിന്നെ ഇതൊന്നും ടെൻഷനുള്ള കാര്യമല്ലല്ലോ. ഇന്ന് 8th ബാച്ചിന്റെ റിസൾട്ട് ഔട്ടായ ദിവസമാണ്. സോ ഞാനതൊന്ന് ഷെയർ ചെയ്യട്ടെ, റെക്കോർഡ് ഡീറ്റെയിൽസ്. അനിമോളെ കിട്ടിയ ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്തിരുന്നത്? വൈറ്റ് കളർ മിസ് കുട്ടികൾക്ക് സ്പേസ് വിടണം എന്ന് പറഞ്ഞില്ലേ? വൈറ്റ് റിവേഴ്സ് കളറിംഗ് റിവേഴ്സ് 9ാമത്തെ. ഞാൻ എന്റെ റെക്കോർഡ് എടുക്കട്ടെ കേട്ടോ. എട്ടെണ്ണം വരെയും തോന്നുന്നു മിസ് പറഞ്ഞത്. ഇൻട്രൊഡ്യൂസ് ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ പിക്ചേഴ്സ് ആണ് മിസ് നെക്സ്റ്റ്. ഓക്കെ ഫൈൻ. റിവേഴ്സ് കളറിംഗ് ആ വൈറ്റ് പാർട്ട് ഞാൻ ബട്ടർഫ്ലൈയെ സെലക്ട് ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ബട്ടർഫ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം കുട്ടികളെ നേച്ചറുമായിട്ട്
കണക്റ്റഡ് ആണോ, അവര് ചുറ്റുമുള്ളതൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്നൊരു ഐഡിയ കിട്ടും. ബട്ടർഫ്ലൈ ക്യാമ്പ് അതിന്റെ ഹണിബി വെരി ഗുഡ്. മതി മതി മതി. ബട്ടർഫ്ലൈനെ വരയ്ക്കാനാണോ അത്? അതിന്റെ പകുതി കളർ ചെയ്തിട്ട് പകുതി വൈറ്റ് പാർട്ട് വിടാനാണോ? അങ്ങനെയായാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ഫുൾ പിക്ചറിന്റെ കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഞാൻ എടുത്തത്. പക്ഷെ അത് നല്ല ഇന്നോവേറ്റീവ് ആയിട്ട് ജയശ്രീ മാനു മോളും ഒക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ടു ഗുഡ്. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ പിക്ചേഴ്സ്. നമുക്കൊരു 4, 6, 8 ഇത്രയൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല പിക്ചേഴ്സിനെ അവർക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ. പണ്ട് ഗാന്ധിജിയെ വരയ്ക്കുന്നത് നമ്മളങ്ങനെ, നമ്മളുടെ ഒരു ചെറുപ്പത്തിൽ ഗാന്ധിജിയെ നമ്മൾ അങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഇന്നത്തെ ഒരു ടെഡി ബെയറിനെയാണ് വരച്ചിരിക്കുന്നത്. ഈസി മെത്തേഡ് ഓഫ് ഡ്രോ പിക്ചേഴ്സ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഫസ്റ്റ് ഒരു സർക്കിൾ വെച്ചിട്ട് പിന്നെ ചെവി, കണ്ണ്, മൂക്ക് എല്ലാം കഴിഞ്ഞ് കൈയും കാലും ഒക്കെ ആയിട്ട് ഫുൾ ടെഡി ബെയർ ആയിട്ട് ഫോം ചെയ്തു. 6 സ്റ്റെപ്പിലാണ് എനിക്ക് നടന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പർ സ്റ്റെപ്സ് എടുക്കാം, പിക്ചർ എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് ചെയ്യാൻ. അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഡ്രോയിങ് ആണ്. അത് കഴിഞ്ഞിട്ട് അവര് എഴുതാനും വായിക്കാനും ഒക്കെ പോവുള്ളൂ. അത് ഈസി മെത്തേഡ്. പിന്നെ ഒരു പിക്ചർ തരും, ആ സെയിം പിക്ചർ തന്നെ നോക്കിയിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ, അതൊന്നുകൂടെ വരയ്ക്കാനാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ബൗണ്ടറി കൊടുക്കാം. അപ്പൊ പിന്നെ കുട്ടികൾ ആ ഒരു സൈസിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കും, അതിന് പുറത്തേക്ക് പോകില്ല. ഞാനത് ഇങ്ങനെയുള്ള ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തത്, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ. കുറച്ച് എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തത്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം ഈസി കൊടുക്കാം, പിന്നെ കുറച്ചുകൂടെ അങ്ങനെ 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 മാറ്റി കൊടുക്കാം. ഇപ്പൊ ഇതൊരു റെക്ടാങ്കിൾ ബോക്സിനകത്ത് ആക്കി അതേ സൈസിലുള്ള ഒരു റെക്ടാങ്കിൾ ബോക്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പിക്ചർ അതിനുള്ളിൽ തന്നെ ആക്കി വരയ്ക്കാനായിട്ട് നോക്കും. അപ്പൊ അവർക്ക് മെഷർമെന്റിന്റെ ഒരു ഐഡിയ കിട്ടും. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വലുതാക്കി ചിലപ്പോൾ വരയ്ക്കും. മിസ്സേ വേണമെങ്കിൽ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാമോ മിസ്സേ? ഡോട്ട് ഇട്ട് കൊടുക്കാമോ? ഇങ്ങനെ പിക്ചർ വരയ്ക്കേണ്ടതിനകത്ത് ഡോട്ട് ഇട്ട് കൊടുക്കാമോന്നോ? അങ്ങനെ ഒരു ആക്ടിവിറ്റി നമുക്ക് ഓൾറെഡി ഉണ്ട്. ഡോട്ട് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി കുട്ടി വരയ്ക്കാൻ പ്രയാസപ്പെടണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ അവർ നോക്കി അതുപോലെ വരയ്ക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബുദ്ധിമുട്ടുന്നൊന്നും കാണുവാണെങ്കിൽ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതും നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യുക. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉള്ള രീതിയിലുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യരുത്. കുറച്ച് സ്പേസ് ഒക്കെ വരുന്ന രീതിയിൽ അവർക്ക് കളർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് ഒരു മിക്കി മൗസിനെ ആയിരുന്നു കേട്ടോ. ഇഷ്ടമുള്ളൊരു പിക്ചർ എടുക്കാം. ഫ്ലവർ എടുക്കാം അത്. പക്ഷെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരരുത്. ഇങ്ങനെ നിറയെ ഫോൾഡിങ്സും അങ്ങനെയായിട്ട് അവർക്ക് ഇങ്ങനെ പരത്തി കളർ ചെയ്യുന്നതല്ലേ ആദ്യമൊക്കെ പറ്റുള്ളൂ. പിന്നെ പിന്നെ കൊടുക്കുമ്പോൾ നമുക്ക് പിക്ചർ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് പിക്ചേഴ്സ് നമ്മൾ കൊടുക്കുക, അതിൽ നിന്ന് ഓഡ് വൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു മിസ്, അതെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതേ, നമുക്കത് ക്രയോൺസ് വെച്ച് കളർ ചെയ്ത് വെക്കണോ, ജസ്റ്റ് പിക്ചർ വരച്ചാൽ മതിയാവോ? നമ്മൾ ചെയ്യുമ്പോൾ പിക്ചർ വരച്ചാൽ മതി, കളർ ഒന്നും ചെയ്യണ്ട. നമ്മള് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ, നമ്മുടെ റെഫറൻസ് ആണത്. നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ അവരാണ് അതിന്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കളിക്കുടുക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണല്ലോ അതിൽ ചെയ്യുന്നത്. മാം, അപ്പൊ നമുക്ക് അതിനകത്തെ നമ്പേഴ്സ് ഇട്ടിട്ടെ ഇന്ന കളർ കൊടുക്കാന്ന് വല്ലതും കൊടുക്കണോ? ഇപ്പൊ ഹെഡിൽ ഇങ്ങനെ 1 എന്ന് കൊടുത്താ റെഡ് കളർ അങ്ങനെ വല്ലതും കൊടുക്കണോ? അങ്ങനെ കൊടുക്കാം. അതൊരു അനദർ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. മറ്റേത് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ കളർ ചെയ്യും. ഇത് നമ്മൾ നമ്പർ കൊടുത്തിട്ട് കളർ കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് നമ്പറും കളറും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയും കുട്ടിയുടെ ഓരോ പൊട്ടൻഷ്യലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ്. ഒരെണ്ണം ഒരു പിക്ചർ വെറുതെ കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയുമ്പം അവരുടെ ഐഡിയ ആണ്. ഏത് കളറിനോടാണ് അവർ അട്രാക്ഷൻ കൂടുതൽ നമുക്ക് നോക്കാൻ പറ്റും. ഏത് കളറാണ് അവർക്കൊരു ഐഡിയ. അവരെവിടെയെങ്കിലും അവരുടെ മെന്റൽ ഇമേജ് അവരുടെ മനസ്സിലുണ്ടാവും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പിക്ചർ കണ്ടതിന്റെ ഇമേജ് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിന്റെ കളറൊക്കെ മനസ്സിലുണ്ടാവും. അത് ഓർത്തെടുത്തിട്ടായിരിക്കും അവര് തന്നെ കളർ ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കരുത്. അവരിഷ്ടമുള്ള കളർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നമ്പർ കൊടുത്ത് കളർ കൊടുക്കുമ്പോഴേക്കും അത് അനദർ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ഓഡ് വൺ.
ഞാനിവിടെ 4 പിക്ചർ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഓഡ് വൺ കണ്ടുപിടിക്കാം. ഇത് സറൗണ്ടിങ്സുമായിട്ട് കുട്ടികൾ കണക്റ്റഡ് ആണോ എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏതാണെന്നും കിച്ചണിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഏതാണെന്നും ക്ലാസ് റൂമിൽ പഠിക്കാനുള്ള സാധനങ്ങൾ ഏതാണെന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉള്ള ഇതുമായിട്ട് കുട്ടി കണക്റ്റഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാകും. മിസ് ഇത് പിക്ചർ ഒട്ടിച്ചാലും പോരെ നമുക്ക്? മതി പിക്ചർ ഒട്ടിച്ചാലും മതി. മിസ് ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു പിക്ചർ ഇത് തന്നിട്ട് അത് ഫുൾ ആക്കണത് പിക്ചർ, ഇങ്ങനെയാണോ മിസ് ഉദ്ദേശിച്ചത്? ഈസി വേ ടു ഡ്രോ അതാണോ? ഗുഡ് കൊള്ളാലോ. ഏരിയാണോ? കൊള്ളാലോ അത്. പിന്നെ മിസ് പറഞ്ഞില്ലേ ചിത്രം സിമ്പിൾ ആയിട്ട് ഡ്രോ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ ഒരു 0 കൊടുത്തിട്ട് ആ 0യുടെ ഉള്ളില് ഒരു ടോർട്ടോയ്സിന്, അതുപോലെ തന്നെ 1 കൊടുത്തിട്ട് 1 എഴുതിയിട്ട് അതിൽ നിന്ന് ഒരു പിക്ചർ പോലെ മിസ് പറഞ്ഞില്ലേ ഒരു ബോക്സ് പോലെ വരച്ചില്ലേ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മിസ്സേ? ഇങ്ങനെ 1ഉം 2 ഒക്കെ എഴുതിയിട്ട് ഇപ്പൊ 2 വെച്ചിട്ട് താറാവിനെയൊക്കെ വരയ്ക്കുമല്ലോ, അതേപോലെ എഴുതിയും ശരണ്യം പറഞ്ഞു. നമ്പേഴ്സ് പഠിച്ചു കഴിയുമ്പോ നമുക്ക് നമ്പറിനെ പിക്ചർ ആക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് 4 എഴുതിയിട്ട് അതിന്ന് ഇത് പിന്നെ 6 എഴുതിയിട്ട് അങ്ങനെ ഉണ്ടോ, ഇത് 8 എഴുതിയിട്ട് അതിന്ന് ടെഡി ബിയർ, ഇത് 7 എഴുതിയിട്ട് അതിന്ന് റാറ്റിനെ, ഇത് 9 കണ്ടോ, 9 എഴുതിയിട്ട് അതിന്നൊരു ബേർഡ്. വെരി ഗുഡ്. അങ്ങനെ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ ആയിരിക്കും താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും കുട്ടികൾക്ക് കളർ ചെയ്യാനായിട്ട് കൊടുക്കാം. അത് ഇച്ചിരി വലിപ്പത്തില് ഇതുപോലെ ഈ രീതിയിൽ സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനെ നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും കൊടുത്തിട്ട് അവരെ കളർ ചെയ്യാനായിട്ട് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഷോ ദ വേ, വഴി കാണിക്കുക, വഴി കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യമില്ലേ. ഒരു പപ്പി അതിന്റെ കിണറിലെത്താനുള്ളതാണ് ഞാൻ ചെയ്തു വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ കുറെ ഇതുപോലെ വരച്ചു, എന്നിട്ട് ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ചെയ്തു, ഒരെണ്ണം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഏജ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഈ വഴീനെ കൂടുതൽ മാറ്റിക്കൊണ്ടിരിക്കണം. കുറച്ചും കൂടെ അവർ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴേക്കും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ളത് കൊടുക്കാം. ഇതിപ്പോ ഇച്ചിരി സിമ്പിൾ ആണ്. ഇങ്ങനത്തെയാണോ മിസ്സേ? അതെ 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 അതെ. ഇങ്ങനത്തെയാണോ? അതെ, ഇതുപോലെ തന്നെ. എന്താ കളിക്കുടിക്കയാണോ? കളിക്കുടുക്കേന്ന് കിട്ടിയത്. ഓക്കെ, അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊക്കെ ചെയ്യാനായിട്ട് കുട്ടികൾക്ക്. നെക്സ്റ്റ് റിവേഴ്സ് കളറിങ്. സെയിം തന്നെ നമ്മൾ കുറച്ചു മുമ്പ് ആൽഫബറ്റ്സും ഡിജിറ്റ്സും കളർ ചെയ്യാനായിട്ട് കൊടുത്തില്ലേ. റിവേഴ്സ് കളറിങ്ങിൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും അതുപോലെ തന്നെ നമ്മൾ എഴുതും, പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെക്കും. കുട്ടികൾ കളർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലെറ്ററിൽ അല്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ കളർ ചെയ്യാൻ നോക്കും. അപ്പൊ അവർ ശരിക്കും ട്രേസ് ചെയ്യുവാണ്. ആൽഫബറ്റ്സും ഡിജിറ്റ്സും ട്രേസ് ചെയ്യുന്ന പോലെയാകും, അതിന് പുറത്തേക്ക് കളർ പോകാത്ത രീതിയിൽ. അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആക്കി വെക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അത് പുറത്തേക്ക് പോവാതെ അതിൽ തന്നെ കളർ ചെയ്യാനുള്ള രീതി. കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കാൻ ഞാനിവിടെ ഒരു കൈറ്റിനെയാണ് വരച്ചത്. മുകളില് ഒറിജിനൽ കൈറ്റ് വരച്ചു, താഴെ 3 ഷാഡോ കൊടുത്തു. അപ്പൊ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. 3ഓ 4ഓ എത്രയാന്ന് വെച്ചാൽ ഷാഡോ കൊടുക്കാട്ടോ.
പിന്നെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതില് ടോപ്പ് പോർഷനിൽ 3 പിക്ചറും ബോട്ടം പോർഷനിലും 3 പിക്ചറുമാണ്. അപ്പൊ ടോപ്പിലുള്ള പിക്ചറിന്റെ ഒരു പാർട്ട്, ടോപ്പിലുള്ള പിക്ചർ മുഴുവനായിട്ട് കൊടുക്കണം. അതിന്റെ ഏതെങ്കിലും ബോഡി ആണെങ്കിൽ എന്തെങ്കിലും അനിമൽസോ ബേർഡ്സോ ആണെങ്കിൽ അതിന്റെ ബോഡിയുടെ ഏതെങ്കിലും പാർട്സ് താഴെയായിട്ട് കൊടുക്കണം. അപ്പൊ ഏതോ ഒരു മുകളിലുള്ള പിക്ചറിന്റെ ബോഡി പാർട്സ് ആണ് താഴെയുള്ളത്, അത് കണ്ടുപിടിക്കാനുള്ളതാണ്. ഞാനിവിടെ 2 ബേർഡും ഒരു ഫിഷിനെയാണ് സെലക്ട് ചെയ്തത്. താഴെ അതിന്റെ ലെഗ് പോർഷൻ ഒരു ഭാഗം വരുന്നത്, ക്ലോസ് വരുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏതിന്റെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് മുകളിൽ നമ്മൾ മുഴുവനായിട്ടും പിക്ചർ കൊടുക്കണം, താഴെ മുകളിലുള്ള ഏതെങ്കിലും ഒരു പിക്ചറിന്റെ ഒരു പാർട്ട് വരുവും വേണം, അതുമായിട്ട് മിസ്മാച്ച് ആകുന്ന പാർട്സും കൊടുക്കണം. കറക്റ്റ് മാച്ച് ആവുന്ന പാർട്ട് ഏതാന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കും. പീക്ക് കൊടുക്കാം, ഐ കൊടുക്കാം, ഫെതേഴ്സ് കൊടുക്കാം, അതൊക്കെ അപ് ടു യു. ബേർഡ് അല്ലെങ്കിൽ ഫിഷ് തന്നെ വേണമെന്നില്ല, ഏതായാലും മതി. പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അവിടെ ബേർഡ് ഫിഷ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. 3 പിക്ചേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് കൊടുക്കാം. ചെയർ, ഇപ്പം നോൺ ലിവിങ് ഒബ്ജക്ട്സ് ആണെങ്കിലും കൊടുക്കാം. ചെയർ, ഡെസ്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ലെഗോ എന്തെങ്കിലും ഒരു ഭാഗം താഴെയായിട്ട് പിക്ചറായിട്ട് കൊടുക്കാം. മൂന്ന് ഇമേജസിന്റെയും പാർട്സ് താഴെ വേണോ, അത് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മതി? ഒരെണ്ണത്തിന്റെ പാർട്സേ താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ. അങ്ങനെ എല്ലാത്തിന്റെയും ആയിട്ടും മാച്ച് ദ ഫോളോയിങ് അങ്ങനെയും ചെയ്യാട്ടോ. ഇതിപ്പോ ഒരെണ്ണത്തിന്റെ മാത്രം. 3 ആയിട്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈസി ആയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയാലോ. അങ്ങനെയും കൊടുക്കാം, ഇങ്ങനെ ഒറ്റയ്ക്കായിട്ടും കൊടുക്കാം. 3-ൽ ഏതാന്ന് അവർ ഒബ്സർവ് ചെയ്യും. അപ്പൊ ക്രോ ഒക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ്, അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ്സിന്റെ ഒക്കെ ആകുമ്പോൾ കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഒരു പിക്ചർ തരും, അതൊരു തന്നിരിക്കുന്നത് ഒരു റെക്ടാങ്കിൾ, ഒരു സ്ക്വയർ പോലുള്ള ഒരു ഇതിനകത്താണ്. അതിനെ എൻലാർജ് ചെയ്ത് വരയ്ക്കുന്ന മെത്തേഡാണ് അടുത്തത്. സെയിം പിക്ചർ തന്നെ എൻലാർജ് ചെയ്ത് വരയ്ക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾ അങ്ങനെ ഓരോ പോർഷനിലുള്ള ഭാഗത്തിനെ വലിപ്പം കൂട്ടി കൂട്ടി വരച്ച് അത് കംപ്ലീറ്റ് ചെയ്യും. ഇതും ഭയങ്കര ഡീറ്റെയിൽസ് ഉള്ള രീതിയിലുള്ള പിക്ചേഴ്സ് കൊടുക്കരുത്. ഇതുപോലെ വരയ്ക്കാൻ പറ്റുന്ന അങ്ങനെ എത്ര എണ്ണം കൊടുക്കണം? അപ്പൊ അത് ഏതാണ് ഇപ്പൊ കാണിച്ചത് എത്ര എണ്ണം എടുക്കണം വലുതാക്കണത്? ഒരു പിക്ചർ മതി. നമുക്ക് മോഡൽ, നമുക്ക് റെഫറൻസിന് ഒന്ന് മതി. നമ്മളുടെ ക്ലാസ്സിൽ കുട്ടികൾ 20 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പിക്ചേഴ്സ് കൊണ്ടുപോകണം, കൊടുക്കണം. കുറച്ചുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ നമ്പർ കൊടുത്തിട്ട് കളർ, ഈ കളർ ടു ദ പിക്ചർ ആസ് പെർ ദ നമ്പേഴ്സ് ഗിവൺ. നമ്മളിവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ പിക്ചറിൽ ആ നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ നമ്പർ അനുസരിച്ച് കളർ ചെയ്യും. നമ്പർ എന്നുള്ള കൺസെപ്റ്റ് അവർക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അവർക്ക് അറിയാൻ പറ്റണം. അപ്പൊ അതുപോലെ പിന്നെ കളറും 2-ന്റെ നേരെ റെഡ് ആണ് വെച്ചിരിക്കുന്നെങ്കിൽ കുട്ടി കറക്റ്റ് റെഡ് തന്നെ എടുത്ത് കളർ ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുട്ടി തന്നെ ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, കളർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കുട്ടിയുടെ കേപ്പബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 2 പിക്ചേഴ്സ് നമ്മൾ തന്നിട്ടുണ്ടാകും, അതിന് 4 ഡിഫറൻസസ് ഉണ്ടെന്ന് പറയും. കറക്റ്റ് നമ്പർ നമ്മൾ പറയുമ്പോൾ കുട്ടികൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കും. 4 ഡിഫറൻസസ് അല്ലെങ്കിൽ 5 ഡിഫറൻസസ്, 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ 6 കിട്ടുന്നവരെയും അവർ ആ പിക്ചർ നല്ലപോലെ ഒബ്സർവ് ചെയ്യും. അതാണ് ഓരോ ക്വസ്റ്റ്യനും ഓരോന്നാണ് കുട്ടിയുടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനൊരു ടോം ആൻഡ് ജെറിയുടെയാണ് എടുത്തിരിക്കുന്നത്. ഏതോ ഒരു ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ടോം ആൻഡ് ജെറിയുടെ. അപ്പൊ 4 ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 4 ഡിഫറൻസസ് അത് നോക്കി ഐഡന്റിഫൈ ചെയ്യും. പിന്നെ ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഞാനൊരു സ്മൈലി ബോൾ പോലത്തെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഡോട്ട്സിന് പകരം നമ്പേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽഫബറ്റ്സും എടുക്കാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അങ്ങനെയാകുമ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ആ ഒരു സീക്വൻസ്, എ കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ബി ആണ്, സി ആണെന്നുള്ള രീതിയിൽ ആ ഒരു സീക്വൻസ് കറക്റ്റ് ആയിട്ട് കുട്ടിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വെരി ഗുഡ്. ഇത് ഡോട്ട്സിന്റെ അല്ലെ,
ഡോട്ട്സിന്റെ പിന്നെ numbers. മിസ് ഈ ഡിഫറൻസസിന്റെ പിക്ചർ ഇല്ലേ അത് നമുക്ക് ഒരു സീനറി പോലെ എടുക്കാവോ ഒറ്റ പിക്ചർ അല്ലാണ്ട് തീർച്ചയായിട്ടും എടുക്കാം. ലൈക്ക് ഇതുപോലെ കമ്പാരിസൺ വെച്ചിട്ടുള്ള ഡിഫറൻസ് ആയിരുന്നു ഞാനിപ്പോ കാണിച്ചത്. രണ്ട് പിക്ചർ ഇതുപോലെ പറ്റുമോ മിസ് ഇതുപോലെ പറ്റുമോ ഒരു പിക്ചർ കാണിച്ച് ഏതാണ് മുകളിലും താഴെയിട്ട് അത് പറ്റുമല്ലോ. രണ്ട് ഡിഫറൻസസ് ഉണ്ട് ഇതില് കണ്ടു കഴിഞ്ഞാൽ സെയിം പിക്ചർ ആയിട്ട് തോന്നും, പക്ഷെ അതിനകത്ത് ഡിഫറൻസസ് ഉണ്ടെന്ന് അല്ലേ. ഇതില് 10 ഡിഫറൻസ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ 10 ഡിഫറൻസസ് ഇൻ ദ പിക്ചർ ബിലോ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയും ചെയ്യാല്ലേ? ചെയ്യാം. നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു നെക്സ്റ്റ്. കുട്ടികളെ ജോയിൻ യെസ്. ഇത് തന്നെ ആൽഫബറ്റ്സിന്റെ ചെയ്യാം, സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ അതൊക്കെ ആ ഒരു കറക്റ്റ് കൺസെപ്റ്റ് കുട്ടിക്ക് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൽഫബറ്റ്സ് ഫെമിലറൈസേഷൻ കണ്ടോ, ഇതാണ് ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സിന്റെ ഉണ്ടല്ലേ? കണ്ടു. യെസ്, അങ്ങനെയും കൊടുക്കാം. പക്ഷെ അത് ഡോട്ട്സ് ജോയിൻ ചെയ്യേണ്ട അതില് ആൽഫബറ്റ്സ് നമ്പേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ ഒപ്പം, അതോ അത് വേറെയാണോ? സെപ്പറേറ്റ് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ചെയ്തോളൂ. കാരണം ഞാനിപ്പോ ഡോട്ട്സിന്റെ അവിടെ ഡ്രോ ദ പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്, ഡ്രോ ദ പിക്ചർ ബൈ ജോയിനിങ് ദ നമ്പേഴ്സ്, ഡ്രോ ദ പിക്ചർ ബൈ ജോയിനിങ് ദി ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഡ്രോ ദ പിക്ചർ. പിന്നെ ഇതൊക്കെ ഡോട്ട്സിന്റെയും ഇപ്പൊ പറഞ്ഞതൊക്കെ പിക്ചർ ഒട്ടിക്കണോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കണോ? ഇപ്പൊ ഒട്ടിക്കാൻ കിട്ടുമെങ്കിൽ അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാം. മിസ് ജോയിനിങ് ദ ഡോട്ട്സ് ഒന്നും കൂടി കാണിച്ചു തരുമോ? തീർച്ചയായിട്ടും. എന്റെ വളരെ സിമ്പിൾ, ഞാൻ വളരെ മടിച്ചു ചെയ്താൽ വളരെ എളുപ്പമുള്ളതൊക്കെ ഞാൻ എടുത്തോളൂ. എന്റെ മിസ് പക്ഷെ തപ്പണ്ടി വരും കുട്ടികൾക്ക്. സ്മൈലി ബോൾ. ഇതൊക്കെ പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു ജസ്റ്റ് സർക്കിൾ ഒന്ന് വരച്ച് കിട്ടിയാൽ മതി. നെക്സ്റ്റ് വൺ മിസ്സിംഗ് ലെറ്റർ. ഇത് കുറെ നമ്മൾക്ക് ചെയ്യിക്കാം. കുട്ടികളെ വേർഡ്സ് ഒക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ലെറ്റർ ബ്ലാങ്ക് ആക്കിയിട്ട് കൊടുത്തിട്ട് അതിനകത്ത് അവരോട് ലെറ്റർ ഫില്ല് ചെയ്യാനായിട്ട് പറയാം. സാധാരണ LKG UKG എക്സാമുകൾ അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു കണ്ടക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു ലെറ്റർ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ക്ലൂ ആയിട്ട് പിക്ചേഴ്സ് കൊടുക്കണമെങ്കിൽ പിക്ചേഴ്സ് കൊടുക്കാം. പല രീതിയിലുള്ള പിക്ചേഴ്സ് കൊടുക്കാം. ഓറഞ്ചിന്റെ മാത്രം കൊടുക്കണമെന്നില്ല, ആ ഒരു രീതിയിൽ ചെയ്യാം. ഓറഞ്ചിന്റെ പിക്ചർ കൊടുത്തിട്ട് പിന്നെ ORAN ഏതെങ്കിലും വിട്ട് ബ്ലാങ്ക് ആയിട്ട്. ഓറഞ്ച് മാത്രം കൊടുക്കരുത്. എത്ര ഏതൊക്കെ കൊടുക്കണം മിസ്? ഇപ്പൊ ഞാനിപ്പോ ഓറഞ്ച് എന്നുള്ള വേർഡാണ് മിസ്സിംഗ് ആയിട്ട് വെച്ചിരിക്കണല്ലോ. ക്ലൂവിനായിട്ട് ഒരു 3 പിക്ചറോ 4 പിക്ചറോ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. കുട്ടിക്ക് ആ ഒരു കൺസെപ്റ്റും കൂടെ. അപ്പൊ അത് കഴിഞ്ഞ് ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ കാണിച്ചിട്ട് നമുക്ക് ചോദിക്കാം ഇതിൽ ഏതാണ് അതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ ഇംപ്രൊവൈസ് ചെയ്ത് ചെയ്യിക്കാം. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് നെക്സ്റ്റ്. ഞാൻ ഹോം അപ്ലയൻസസ് ആണ് എടുത്തത്. എന്ത് വേണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എടുത്തിട്ടില്ലല്ലോ നമ്മൾ. ഡ്രോ എ പിക്ചർ ബൈ ജോയിനിങ് ദ നോസ് ഇൻ ഓർഡർ. എന്താണ് ഡ്രോ എ പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്, ഡ്രോ എ പിക്ചർ ബൈ ജോയിനിങ് ദ നമ്പേഴ്സ്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കുട്ടികളാണ് അത് കംപ്ലീറ്റ് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞതായിട്ടൊരു ഓർമ്മ. ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും ചെയ്യിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ, സോറി. ഇവിടെ 1 ആണ്. അപ്പൊ ഇവിടെ 2ന്റെ അവിടെ ഒരു ഇത് ഇട്ടിരിക്കുക. പിന്നെ 3 4 5 എഴുതേണ്ടടുത്ത് ഇട്ടിരിക്കുക. പിന്നെ മിസ് പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക ഏതാണത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രേപ്സിന്റെ അവിടെ ഇങ്ങനെ ചേർക്കുക. പിന്നെ ഇതാ ചിക്കിന്റെ അവിടെ ഓരോ കളർ ഉള്ളത്
ചെയ്ത് വെക്കുക. ഉം. കുറെ ആക്ടിവിറ്റീസ് കിട്ടും. ഞങ്ങൾ ഈ മാജിക് ബോർഡ് കളിക്കൊടുക്ക അതൊക്കെ നോക്കുമ്പോ പിന്നെ ബാലരമയിലൊക്കെ ചെറിയൊരു കോർണറിലൊക്കെ എന്തെങ്കിലും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കാണുമ്പോ മിസ്, ഉണ്ട്, അല്ലേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിള്ളേര് ഇതിലെങ്കിലും നമ്മൾ ചെയ്യുമല്ലോ. അതാണ്. അത് മാം ഇത് വാങ്ങിച്ച് കളിക്കുടുക്ക വാങ്ങിച്ചു കൊടുന്നപ്പോഴേ ഇവിടെ പിടിവലി കൂടി അവർക്ക് കൊടുക്കാഞ്ഞിട്ട്. സെയിം തന്നെയാണോ മാജിക് പോർട്ടിലും വരുന്നത്? ഇതിന്റെ ഇംഗ്ലീഷ് ആണെന്നല്ലേ ഉള്ളൂ, അതോ വ്യത്യാസമുണ്ടോ? അറിയൂ. പോർട്ടില് രണ്ടും വരുന്നുണ്ട് മിസ്. ഇംഗ്ലീഷാണ് കൂടുതലും. അല്ല, മലയാളം പക്ഷെ ഉണ്ട്, മിസ് മലയാളം ഉണ്ട്. ഉണ്ടോ? ഈ ബാലരമ ഇതുപോലത്തെ അത്രയും ഇൻട്രസ്റ്റിംഗ് അല്ല. ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നാലും ഇത്രയും അങ്ങ് ഒരു ഇതില്ല. മറ്റേത് ഒന്നും കൂടിയും കുട്ടികൾക്ക് ഒന്നും കൂടിയും ഒരു ഇതല്ലേ, ഇത് കുറച്ചും കൂടിയും സീരിയസ് അങ്ങനത്തെ രീതിക്ക് വരുന്നത്. മിന്നാമിന്നിലുണ്ട് മിസ്. മിന്നാമിന്നിൽ മിസ് പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റ് അതുപോലെ ഉണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. കുട്ടികൾക്കൊക്കെ അത് വാങ്ങിച്ചു കൊടുക്കും. എന്റെ പിള്ളേരൊക്കെ വലുതായി. പക്ഷെ എന്നാലും കൊടുത്താലും പിള്ളേര് ചെയ്യില്ല. അവസാനം ഇപ്പൊ ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ്. അത് നമുക്കതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി തന്നെയാണ്. കാരണം നമ്മുടെ ബാല്യം അതാണല്ലോ. ഈ ഡിജിറ്റൽ വേൾഡ് ഒന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മിസ് പറഞ്ഞ മറ്റേ വഴി കണ്ടുപിടിക്കുന്നത്. ആ ആ ആ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്ത് തന്നെ നമ്പേഴ്സ് വെച്ചുള്ളതുണ്ട് മിസ്. ആൽഫബറ്റ് ജോയിൻ സ്മോൾ, ചെയ്ത് complete അതെ ചെയ്തത്. മിസ്. പിന്നെ നമ്പേഴ്സ് വെച്ചുള്ളത് ആൽഫബറ്റ് ഇത് നമ്പേഴ്സ്. ഓക്കെ. കളിക്കുടുക്കലുണ്ട് കേട്ടോ മിസ്സേ. ഇതൊക്കെ കളിക്കുടുക്കെന്നാണ് കൊടുക്കലും ഉണ്ട് മിസ്. അപ്പൊ നമ്മളിത് ഒരു ടെക്സ്റ്റ് ഈ കളിക്കുടുക്ക മിന്നാമിന്നിയൊക്കെ ഒന്ന് വാങ്ങിച്ചാൽ നമുക്ക് ഇതെല്ലാം കിട്ടുമോ? കാരണം എന്റെ കുട്ടികൾ നല്ലതാണ്. അത്യാവശ്യം കിട്ടുന്നുണ്ട് എല്ലാം. ഇപ്പൊ ഇതില് ആഴ്ചതോറും വരുന്നതാണോ ജയശ്രീ, അതോ മന്ത്ലി ആണോ ഇത്? മിസ് പറഞ്ഞതിന്റെ 3 ഐറ്റംസിലുണ്ട്. ഇത് 25 രൂപ എന്തുവാണ്. എന്നാലും ഒരെണ്ണം വാങ്ങിച്ചാൽ കിട്ടുമല്ലോ അല്ലേ? കിട്ടും കിട്ടും. ആൽഫബറ്റ്സ്, നമ്പേഴ്സ്. മിസ് 3 ടൈപ്പ് ഞാൻ കണ്ടുപിടിച്ചു. ആൽഫബറ്റിന്റെയും നമ്പറിന്റെയും വഴി കണ്ടുപിടിക്കണത് ഇതിലുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു കളിക്കുടുക്ക, ഒരു മിന്നാമിന്നി അങ്ങനെ വാങ്ങിക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. മാജിക് ബോട്ടിലും ഉണ്ട്. മാജിക് ബോട്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ ഞാൻ പണിയെടുക്കില്ല എന്ന് ഗോപിക തീരുമാനിച്ചു. ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് അത് നോക്കിയാണ് ചെയ്തിരിക്കും. അല്ല മാം, വരയ്ക്കാം. പക്ഷെ എനിക്കിത് കണ്ട് വരയ്ക്കാൻ ഒരു റെഫറൻസ് വേണമല്ലോ, അതാണ് മെയിൻ. കുട്ടികളില്ലേ വലിയ ആൺകുട്ടികളാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ കറക്റ്റ് മോൾ LKG ആണേ. ബാക്കി രണ്ടുപേരുടെ ബുക്കൊക്കെ മിസ്സിംഗ് ആയി. അപ്പൊ മോളുടെ ബുക്ക് റെഫർ ചെയ്താ ഞാൻ ഓരോന്ന് ചെയ്യുന്നു. ഇപ്പൊ മോൾക്ക് കംപ്ലൈന്റ് ആണ് മിസ്. മോൾക്ക് ഞാൻ കൊടുക്കുന്നില്ല, എല്ലാം അമ്മയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്രശ്നം. അല്ല മാം, ഞാനിപ്പോ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പോയി LKGയിലെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു. അവനിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ. അതുകൊണ്ട് ഞാൻ അവന്റെ 3 ടെക്സ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അത് വാങ്ങിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതാണ് കുറെ റെഫർ ചെയ്യുന്നത് ഞാൻ അതിനകത്ത് നോക്കിയാ. അപ്പൊ നോക്കട്ടെ അതിനകത്തുണ്ടെങ്കിൽ. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. പറഞ്ഞിട്ടില്ല മിസ്സേ. അതില് ഒരു 4 വെജിറ്റബിളിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് അതിലൊരു ഫ്രൂട്ടിന്റെ പിക്ചർ ഒട്ടിച്ച് അങ്ങനെ ഒട്ടിക്കാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും ചെയ്യാം മിസ്. ഒരു കാര്യം മിസ്, ഇതില് കളർ ഇങ്ങനെ ഓരോ നമ്പറില് അല്ല, അവർ ഓരോ സെക്ഷനിൽ ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്, റെഡ് അങ്ങനെയൊക്കെ. അതും നല്ല ഐഡിയ അല്ലേ മിസ്? അതെ അതെ അതെ. കളറിന്റെ ഒരു ഡോട്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ ആ കളർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തോളൂ. നമ്മുടെ റെക്കോർഡിൽ എന്തായാലും പേജസ് കാണും. പിന്നെ ലെഫ്റ്റ് സൈഡും ഇങ്ങനെ വെറുതെ ബ്ലാങ്ക് ആയിട്ട് കിടക്ക വേണമെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻസ് എഴുതിയപ്പോ ഈ ഒരു ഓർഡർ വേണം എന്നില്ല. ഞാനൊരു ചെറിയൊരു കൺസെപ്റ്റ് തന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്തോളൂ. ഓക്കെ. പിന്നെ മാച്ച് ദ പിക്ചേഴ്സ് ആസ് പെർ കണക്ഷൻ. ഞാൻ ഹോം അപ്ലയൻസസ് ആയിരുന്നു വെച്ചിരുന്നത്. ഇതുപോലെ LKG UKG ഏതോ ക്ലാസ്സിന്റെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാ. പിന്നെ പിക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ഒരു പിക്ചർ കൊടുത്തിട്ടുള്ള സ്റ്റോറി നമ്മൾ പറഞ്ഞു. ഇത് 3-4 പിക്ചർ കൊടുത്തിട്ട്, അതായത് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള 3-4 പിക്ചർ കൊടുക്കുക. എന്നിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം.
നെക്സ്റ്റ് കോൺവെർസേഷൻ, ഇമാജിനേഷൻ അനുസരിച്ച് കോൺവെർസേഷൻ. ഇപ്പൊ എഴുതുന്ന കുട്ടികളാണെങ്കിൽ എഴുതിപ്പിക്കുക, പറയുന്നതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പറയുക, എഴുതുന്നതായിട്ടില്ലെങ്കിൽ. എന്റെ പോസ്റ്റ്മാനും ഒരു പെൺകുട്ടിയാണ്, അപ്പൊ അവർ രണ്ടുപേരും എന്തായിരിക്കും സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യും. ഏത് സിറ്റുവേഷൻ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. നമ്മൾ എഴുതണോ അല്ലെ മിസ്? അത് കോൺവെർസേഷൻ പോലെ എഴുതണം. കോൺവെർസേഷൻ ഒന്നും നമ്മൾ എഴുതണ്ട. പക്ഷെ ഒരു സിറ്റുവേഷൻ കൊടുക്കുമ്പോ കുട്ടി ഇമാജിനേഷനിലൂടെ ആ ഒരു കോൺവെർസേഷൻ, ഇപ്പൊ പോസ്റ്റ്മാനൊക്കെ വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെ പോസ്റ്റ്മാന്റെ ഒക്കെ കൊടുത്തിരിക്കണമെങ്കിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുട്ടിക്ക് അറിയാം പോസ്റ്റ്മാൻ എന്താ പറയുന്നത്, പോസ്റ്റ്മാനോട് എന്താ പറയേണ്ടത് എന്നുള്ളത്. പിന്നെ ഒരു ടീച്ചറേയും കുട്ടിയും കൊടുക്കുമ്പോഴോ ഗ്രാൻഡ് പാരന്റും കുട്ടിയാണെങ്കിൽ അങ്ങനെ, ഫ്രണ്ട്സ് തമ്മിലാണെങ്കിൽ അങ്ങനെ, ചേട്ടനും അനിയനും ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ അങ്ങ് കൊടുക്കുക. ഒരു പെറ്റ്, ഒരു പൂച്ചക്കുഞ്ഞും കുട്ടിയാണെങ്കിൽ കുട്ടികൾ പെറ്റ്സിനോട് നിറയെ സംസാരിക്കുമല്ലോ, അവരുടെ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും എന്താന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് അവര് പറയും. പിന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കിക്കാൻ കുട്ടികളെ കൊണ്ട്, അല്ലാതെ ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ട് അടുത്ത ആളോട് അടുത്തത് എന്താന്ന് പറയാം. അങ്ങനെ അങ്ങനെ നമുക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യിക്കാം. അത് ഇച്ചിരിയും കൂടെ ഒക്കെ അവരുടെ ഒരു ഇമാജിനേഷൻ ഒക്കെ ഡെവലപ്പായി വരുമ്പോഴേക്കും. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് ക്രീച്ചർ. നിങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു ചുമ്മാ ഒന്ന് ഡ്രോ ചെയ്തു, ഒരു ഗാർഡൻ പോലെ വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഒരു പുല്ലിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ. അതാണ് ഞാൻ ഉദ്ദേശിച്ച എന്റെ ഹൈഡിങ് ക്രീച്ചർ. ഈ ക്രീച്ചർ തന്നെ വേണമെന്നില്ല, ഹൈഡിങ് ഒബ്ജക്റ്റ് എന്നോ കുട്ടികളുടെ ടോയ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും മറഞ്ഞു കിടക്കുന്ന രീതിയിൽ ആ രീതിയിലാക്കാം. അപ്പൊ ക്രീച്ചർ എന്നുള്ളത് മാറ്റി ഹൈഡിങ് ഒബ്ജക്റ്റ് എന്ന് എന്തെങ്കിലും ആക്കണം. ഹൈഡിങ് തിങ്സ്ന്നോ ഒബ്ജക്റ്റ് എന്തെങ്കിലും ആക്കുക. ഇവിടെ ക്രീച്ചർ എന്നായതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ബട്ടർഫ്ലൈ ആക്കി വെച്ചത്. ഇങ്ങനെയാണോ ഒരു ബട്ടർഫ്ലൈ? യെസ്, ഇത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ. യെസ്, പെട്ടെന്ന് അറിയില്ല അതിന്റെ. ശരിയാ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് അനിമൽ. അത് വ്യത്യാസമുണ്ട്. കുറെ വേർഡ്സ് തന്നിട്ടുണ്ടാവും, അതിൽ ആ അനിമൽ നെയിം ഉണ്ടാവും. ആ അനിമൽ നെയിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ ബോക്സിലാണ് ചെയ്തത്. ഈ രീതിയിൽ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് കുറെ കൊടുക്കാം കേട്ടോ, അവർക്ക് കണ്ടുപിടിക്കാം. ഇത് അതിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അവരത് കണ്ടുപിടിച്ചു. ഇതേപോലത്തെ അല്ലേ നമ്മൾ മുന്നേ അങ്ങനത്തെ തന്നെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി ഇങ്ങനെ പിക്ചേഴ്സ് വെച്ചിട്ട് ചെയ്യാനും ഒരെണ്ണം തന്നിട്ടുണ്ട്. അല്ല, അത് സ്റ്റോറി ഒറ്റ പിക്ചറിലല്ലേടാ ആദ്യത്തെ തന്ന ആക്ടിവിറ്റി. ഇപ്പൊ മിസ് 4 പിക്ചേഴ്സ് തന്നിട്ടല്ലേ നമ്മളടുത്ത് സ്റ്റോറി പറയാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ പറഞ്ഞ ആക്ടിവിറ്റി ഇല്ലേ മാം, അത് നമ്മള് സെക്കൻഡ് ആയിട്ടാണ് തോന്നുന്നു ചെയ്തേക്കുന്നത്. അതെ, 4 ആനിമൽസ്. അതെ. ഓക്കെ. ഓ, ഇത് ഓരോന്നും ഇതല്ലേ. ഓ, താങ്ക് യു. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി നന്നായി തോന്നുന്നു, കുറെ ഇപ്പൊ കാണിച്ചല്ലോ, അതെല്ലാം ആഡ് ചെയ്യാം. നമുക്ക് പേജസ് ഇഷ്ടം പോലെ കാണും. അപ്പൊ റെക്കോർഡ് ഡീറ്റെയിൽസ് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് കുറച്ച് ക്ലാസ്സസ് അങ്ങ് കഴിയുമ്പോഴായിരിക്കും. ഇതിപ്പോ നമ്മൾ കുട്ടികളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ ഐഡിയ തോന്നും, ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യിച്ചാൽ നന്നായിരിക്കുന്നുള്ളത്. അപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്ത 2 റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും. അതിപ്പോ തരത്തില്ല, പിന്നെ തരാം. കാരണം അത് വേറൊരു ലെവലാ. തന്നെത്താനെ കഥ എഴുതുക, തന്നെത്താനെ പോയംസ്. ജയശ്രീ താടിക്ക് കൈവച്ചു, തലയിൽ ആരൊക്കെയോ കൈവച്ചു. ഇല്ല മിസ്, ഇപ്പൊ കഥയൊക്കെ എഴുതാൻ പറ്റും തോന്നുന്നു. ഡെഫിനറ്റ്ലി. പക്ഷെ അന്ന് ആ റെക്കോർഡിൽ ഇതുപോലെ കഥയെല്ലാം എഴുതി മടക്കി വെച്ചിട്ട് പിന്നെ ശ്രമിച്ചില്ല. അതാണ് ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കഥയൊക്കെ എഴുതായിരുന്നു. തീർച്ചയായും മിസ്. അന്നതങ്ങ് അടച്ചു വെച്ചു, തന്നെത്താനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ എല്ലാ ബാച്ചിലും കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യും. വളരെ കുറച്ച് പേര് മാത്രമേ തന്നെ ക്രിയേറ്റ് ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കോപ്പി പേസ്റ്റ് ആയിരുന്നു. പക്ഷെ ശ്രമിക്കൂ, നമുക്ക് പറ്റും തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ഓരോ
തീം പറയുന്നുണ്ട്, അതിനനുസരിച്ചുള്ള സ്റ്റോറിയാണ്. അപ്പൊ നമ്മൾ ആ തീം മനസ്സിലിടുമ്പോ തന്നെ നമുക്ക് തന്നെ വരും. അങ്ങനെ അയ്യോ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഭാവന ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ എന്നോട് പറഞ്ഞു ഭാവനയൊക്കെ ഏത് വഴി കൂടെ വന്നേന്ന് പറയാൻ പറ്റില്ല, അതുപോലെ വരണോന്ന്. അപ്പൊ കിട്ടുമ്പോഴേ ഓടിപ്പോയി ഇരുന്ന് എഴുതുക. അപ്പൊ അതെന്തായാലും പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞാലാണ് കുഞ്ഞുങ്ങളിലെ പൊട്ടൻഷ്യൽ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കില്ലേ നമ്മൾ തന്നെ എഴുതുന്നത്? അതെ അതെ, ഇംഗ്ലീഷിലായിരിക്കും. സിമ്പിൾ ഇംഗ്ലീഷ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കണം, ഭയങ്കര വൊക്കാബുലറി ഉണ്ടെന്ന് ആവശ്യമില്ലല്ലോ, സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ എഴുതുന്ന ഓരോ കഥയും പോയമും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കണം. ചൂരലെടുത്ത നീ എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും ഒരു ആക്ഷൻ സോങ്ങിലൂടെയോ ഒരു കഥയിലൂടെയോ പറയുമ്പോഴേക്കും പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് കയറും. അതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയുടെയും ഒരു മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് അതാണ്. പിന്നെ അവരുടെ ഉള്ളിലേക്ക് മോറൽ വാല്യൂസ്, അവരോട് സത്യം പറയണം കള്ളം പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ അന്തം വെട്ടി നോക്കിയിരിക്കുകയുള്ളൂ. പക്ഷെ അതൊരു കഥയിലൂടെ ആ ഒരു ഹോണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ് അവരുടെ ഉള്ളിലേക്ക് എത്തുമ്പോ, അല്ലെങ്കിൽ ഒരു എമ്പതി, ഒരാള് വയ്യാത്ത ഒരാളെ കാണുമ്പോൾ ഞാൻ എങ്ങനെ, അതൊക്കെ അത് എത്തുമ്പോഴേക്കും അങ്ങനെ കഥയിലൂടെ കേൾക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാകും. ആ ചെറുപ്പകാലത്തിൽ അവർക്ക് എന്ത് കിട്ടുന്നു ത്രൂ ഔട്ട് അവരുടെ ലൈഫ് അഡൾട്ട് ആവുന്നവരെ അവരിൽ കാണും. വയസ്സാകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് മാറുന്നു, മറവി അത് നോക്കണ്ട. അല്ലാതെ ഉള്ള ഏത് ജീവിതകാലം മുഴുവനും അത് അവരുടെ ഉള്ളിൽ തന്നെ കാണും. അത് അവർ പകർന്നു കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക്. അത് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ആ ഒരു സ്റ്റോറിയൊക്കെ എഴുതുന്ന ആ ഒരു ഇത് വരുമ്പോഴേക്കും. ഓക്കെ, സോ നമ്മള് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. പേഴ്സണൽ ഹൈജീൻ എന്നല്ലേ പറഞ്ഞേ? അതെ മിസ്. പോർഷൻ തീരാറായല്ലേ, അതും കൂടെ ഇല്ലേ ഉള്ളൂ. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ല മിസ്സേ. ചെയ്തോ? ഇതില്ലല്ലോ അനുമോള്. ഇല്ല, പേഴ്സണൽ ഹൈജീൻ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? പേഴ്സണൽ ഹൈജീൻ എന്നുള്ള ടൈറ്റിലിന്റെ താഴെയുള്ള. ഞാൻ വായിക്കാം. Personal hygiene. The human body can provide places for diseases, causing germs and parasites to grow and reproduce. These places include the skin and in and around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene habits. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learn from others. It is basically the promotion and continuance of good health. So for proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we have to develop good hygiene habits in children. സോ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ബെറ്റർ പ്ലേസ് ഫോർ ഡിസീസസ് തന്നെയാണ് അല്ലെ. നമ്മളത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ ഹൈജീനായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജേംസും അതുപോലെ പാരസൈറ്റ്സ് അറിയാലോ, നമ്മൾ ഇത്തിൽ കണ്ണികളിൽ നിന്ന് മരത്തിലൊക്കെ ഉണ്ടാവുന്ന പറയില്ലേ. അതായത് അവരൊരു ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഹോസ്റ്റലിൽ നിന്നും എല്ലാം വലിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മളുടെ ദേഹത്ത് പിടിക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതാണ് അത്. എന്നിട്ട് വളരാൻ തുടങ്ങും, റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ആ
ആ വ്യക്തി അങ്ങ് ഭയങ്കര ക്ഷീണിച്ചു പോകും. പെട്ടെന്ന് തന്നെ ചിലപ്പോ ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ പല അസുഖങ്ങളും ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ സ്കിന്നാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓഫ് ദ ബോഡി, നമ്മുടെ നോസ്, ഹോൾസ്, പിന്നെ മൗത്ത്, ചെവി, കണ്ണ്, അല്ലെ, കണ്ണൊക്കെ പ്രശ്നം തന്നെയാണ്. അതാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ നമ്മളുടെ ബോഡി ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മള് മുഖം കഴുകും, അറ്റ്ലീസ്റ്റ് കൈയും കാലും മുഖവും ഒന്ന് നമ്മൾ കഴുകും, പെട്ടെന്ന് അപ്പൊ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും. അതിപ്പോ ഈ ജേംസും പാരസൈറ്റ്സും എല്ലാം നമ്മളുടെ ബോഡിക്കകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് ഗുഡ് പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂമിങ് ഓഫ് ദ എക്സ്റ്റേണൽ ബോഡി, നമ്മുടെ എക്സ്റ്റേണൽ ബോഡി, പുറമേ കാണുന്ന ആ ബോഡി പാർട്ട്, അതിനെ പ്രിപ്പയർ ചെയ്യുക, ഗ്രൂം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് പുറമേ കാണുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മുടി ഉണ്ടെങ്കിൽ മുടി കോംപ് ചെയ്ത് ട്രിം ചെയ്യേണ്ടതാണെങ്കിൽ ട്രിം ചെയ്ത് വെക്കും, നെയിൽസ് എല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റ് ആക്കി വെക്കും, അല്ലെ. അങ്ങനെ എല്ലാം നമ്മുടെ പുറമേ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കും. നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്യും ബോഡിയെ ക്ലൈമറ്റിനനുസരിച്ച്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ തന്നെയാണ്. എല്ലാവരും അവനവന്റെ ഹൈജീൻ, കൊച്ചുകുട്ടികള്, സുഖമില്ലാതെ കിടക്കുന്നവര്, തന്നെത്താനെ ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാകുമ്പോൾ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഓരോ ആളുകൾക്കും അവരുടെ ഹാബിറ്റ്സ് ഉണ്ടാവും, പിന്നെ സ്റ്റാൻഡേർഡ്സ് പലതും അവരും പഠിച്ചിട്ടുള്ളതും മറ്റുള്ളവരിൽ നിന്നും കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഗുഡ് ഹെൽത്തിന്റെ പ്രൊമോഷന് നമുക്ക് നല്ലൊരു ഹൈജീൻ ഹാബിറ്റ്സ് വേണ്ടതാണ്. അത് നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഈ ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് കുട്ടികളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരോ പോയിന്റ്സ് ആയിട്ട് ഓരോരുത്തർ വായിച്ചിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. First one, habits of cleanliness. Habits once formed become a part of personality of the child. So they must learn good habits from the period of being young. The teachers show clean and tidy that itself affects the habits of the students. പേഴ്സണൽ ഹൈജീൻ എപ്പോഴും വളരെ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ അമ്മമാരായാലും കുട്ടികളെ നന്നായിട്ട് പിന്നെ നെയിൽ ട്രിം ചെയ്യാനും പിന്നെ കുളിക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് സോപ്പ് തേച്ച് കുളിക്കാനായാലും അവരെ നേരത്തെ മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കണം. ടീച്ചേഴ്സിന്റെ റോളോ? ടീച്ചേഴ്സ് ഓരോ ഗുഡ് ഹാബിറ്റ്സ് നമ്മൾ പഠിപ്പിക്കുന്നതിനോട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നെയിൽ കട്ട് ചെയ്യുന്നതിന്റെ ഇത്, പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയും വായും കഴുകണം, കഴിച്ചതിന് ശേഷം കഴുകണം, അങ്ങനെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ് ശേഷം സോപ്പിട്ട് കഴുകണം. അതൊക്കെ നമ്മൾ കാരണസഹിതം വ്യക്തമാക്കി കൊടുക്കണം കുട്ടികളോട്. ഓക്കെ, അപ്പൊ അവര് റോൾ മോഡലിംഗ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ചെയ്യുന്നതിന് അവരങ്ങ് ഫോളോ ചെയ്യും. അതിപ്പോ ടീച്ചർ ആയാലും വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാം. അപ്പൊ ചെറുപ്പകാലം തുടങ്ങിയ ചൊട്ടയിലെ ശീലം ചുടലവരെ നമ്മൾ പറയുന്ന പോലെ ഗുഡ് ഹാബിറ്റ്സ് ആണ് അവര് ശീലിക്കുന്നതെങ്കിൽ ആ ഒരു പ്രോവർബ് ഇറ്റ്സ് വെരി ഗുഡ്. ചുവട്ടയിലെ ശീലം ചുടലവരെ തന്നെ ആയിരിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ക്ലീൻ ബോഡീസ്. വായിക്കട്ടെ. Clean body skin. If the surface is not kept clean, it will not be able to check the influence of germs. So teachers should highlight the significance of a clean body, skin and the outer surface of the body. മിസ് പറഞ്ഞ പോലെ തന്നെ ബോഡി നല്ല ക്ലീൻ ആക്കി ഇരിക്കുക, ജെംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, നമ്മള് സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കല് പുറത്തു പോയി വന്നാല് ഇതേപോലെ തന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകി കയറുക, അങ്ങനെയൊക്കെയാണ് സാർ. ഓക്കെ, സോ ക്ലീൻ ബോഡി സ്കിൻ, നമ്മളുടെ എക്സ്റ്റേണൽ ബോഡി പാർട്ട്, നമ്മുടെ ബോഡി എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അത് ജേംസിന്റെ ഇൻഫ്ലുവൻസ്, പെട്ടെന്ന് അണുക്കള്
അവിടെ കയറാൻ നമുക്ക് അസുഖങ്ങൾ വരാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ആസ് എ ടീച്ചർ, ഒരു ടീച്ചേഴ്സ് എപ്പോഴും നല്ല ക്ലീൻ ആക്കി നമ്മളെ വെക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയണം, അങ്ങനെ പറയണം. പിന്നെ ബോഡിയുടെ മറ്റു പാർട്സും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്സ്. ഞാൻ പറയട്ടെ. ഇനിയുണ്ടല്ലോ പോയിന്റ്സ്. Neatness of hair, nails, finger and teeth. These parts of our body should be maintained clean by washing, combing, cutting and brushing whenever required. നമ്മളെ നീറ്റ്നെസ് ഓഫ് ഹെയർ, നെയിൽസ്, ഫിംഗർ, ടീത്ത് ആണ്. അതൊക്കെ നമ്മള് നീറ്റായി ക്ലീൻ ചെയ്ത്, വാഷ് ചെയ്ത്, കോംപ് ചെയ്ത്, കട്ട് ചെയ്ത്, ബ്രഷ് ചെയ്തിട്ട് വെച്ചിരിക്കണം. അത് പല അസുഖങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമാണ്. ഓക്കെ, നമ്മളുടെ ഹെയർ, നെയിൽസ്, ഫിംഗേഴ്സ്, അതുപോലെ തന്നെ ടീത്ത് അല്ലെ, മുടി, ഇത് ഈ പറഞ്ഞതെല്ലാം തന്നെ, അതായത് ഹെയർ, നെയിൽസ് ഇതെല്ലാം വളരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ മുടി നല്ലപോലെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ജടകെട്ടി അങ്ങനെ വരാനും, പിന്നെ കുട്ടികളിൽ ചിലപ്പം ഈ പെയിൻ ശല്യം, അതങ്ങനെ താരൻ, അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാകും അല്ലെ. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻസിനനുസരിച്ചും ഹെയർ ഒക്കെ മോശമാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ചെറിയ കുട്ടികൾക്ക് അവരുടെ മുടി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അവിടെ നമ്മുടെ റോൾ തന്നെയാണ്, നമ്മള് വീട്ടിലുള്ളവരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നല്ലപോലെ വൃത്തിയാക്കി അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ കോംപ് ചെയ്ത് കെട്ടിവെക്കാനും ഒക്കെ ആയിട്ട് നോക്കുക. പിന്നെ നെയിൽസ്, നഖം വളരുന്നതാണ്, പെട്ടെന്ന് വളരും. അപ്പൊ അത് എപ്പോഴും കട്ട് ചെയ്യുക. കാരണം നഖങ്ങൾക്കിടയിൽ അഴുക്ക് കയറാനും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ഫിംഗേഴ്സ്, വിരലുകൾ, അത് സൂക്ഷിക്കണം. ഇപ്പം വായിൽ വെക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ ശീലങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ പല്ല്, എപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഓറൽ ഹൈജീൻ, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് മധുരമുള്ള സാധനങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വായ നല്ലപോലെ കഴുകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കഴുകിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കുക, അതാണ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ നമുക്കത് പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ ബ്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Clothings. One puts on ജയശ്രീ, ears, eyes, nose and throat. eyes, ears, nose and throat. Ears, being one of the most important organs of the body, should be cared for, and any defect or injury in the ears should be immediately brought to the notice of the doctor. Eyes should be washed regularly with clean water. In the same way, the nose and the throat are also to be kept clean. Throat is joined with the nose, ears and mouth. ചെവി ശരീരത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അവയവങ്ങളിൽ ഒന്നാണ്. പിന്നെ അതിനാൽ ചെവിയിൽ എന്തെങ്കിലും പരിക്ക് അല്ലെങ്കിൽ ദോഷം സംഭവിച്ചാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. ബഡ്സ് ഒന്നും ഉള്ളിലിട്ട് തിരികരുതെന്നാണ് മിസ്. ഇപ്പൊ പിന്നെ നല്ല വെള്ളത്തിൽ പതിവായി കഴുകണം. അതുപോലെ കണ്ണും മൂക്കും തൊണ്ടയും ശുചിയായി സൂക്ഷിക്കണം. തൊണ്ടയും മൂക്കിനും ചെവിയിലും വായയ്ക്കും ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനുള്ള ഭാഗമാണെന്ന് നമ്മള് ഇമ്പോർട്ടന്റ് പാർട്സ്. ഓക്കെ, നമ്മുടെ ഈ ഒരു പോർഷൻസ് ഇവിടുന്ന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് അല്ലെ, ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ത്രോട്ട്. ചെവിയില് ഈവൻ കുട്ടികൾ പലതും ചെവിയിൽ ഇടാനുള്ള ചാൻസസ് ഉണ്ട്. മൂക്കില് ചിലപ്പോ അങ്ങനെ ഇടാനുള്ളതുമുണ്ട്. നമ്മൾ അറിയോ പോലില്ല ഇവരെന്താ ചെയ്യണേന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും അസ്വസ്ഥത കാണുമ്പോഴാണ് ചിലപ്പോ കാണും, ചിലപ്പോ അസ്വസ്ഥത കാണിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. അപ്പൊ അതെല്ലാം കെയർ ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ഡോക്ടേഴ്സിനെ കാണിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മെഡിക്കേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കണം. മൂക്കാണെങ്കിലും ത്രോട്ട് ആണെങ്കിലും എല്ലാം ക്ലീൻ ആക്കി വെക്കണം. അതെല്ലാം ജോയിന്റ് ആണ്. അതാണ് മൂക്കിലിട്ട് മരുന്ന് കഴിക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ടേസ്റ്റ് വായിൽ വരുമല്ലോ. ത്രോട്ടും നോസും ഇയേഴ്സും ആൻഡ് മൗത്ത് എല്ലാം ജോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലോത്തിങ്. ഞാൻ വായിക്കാം.
ഞാൻ വായിക്കട്ടെ ഗോപികേച്ചി? ആ വായിച്ചോ. ഗോപിക അടുത്ത വെച്ചു. Okay. Clothing. One puts on different types of clothes according to various seasons. Those should be clean and neat. The undergarments which are close to the body should also kept clean and tidy. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സീസൺ മാറുന്നത് പോലെ നമ്മുടെ ഡ്രസ്സ് ധരിക്കാനായിട്ട് സൂക്ഷിക്കുക. പിന്നെ എപ്പോഴും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണം നമ്മുടെ വസ്ത്രം. പിന്നെ എപ്പോഴും ഡേർട്ടി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് മിസ്. നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കും നമുക്ക് വളരെ കംഫർട്ടബിൾ. ഭയങ്കര അട്രാക്റ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും, ഭയങ്കര ആഗ്രഹമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അതിട്ട് കാണണമെന്നൊക്കെ. പക്ഷെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്ലോത്തിങ് ഒഴിവാക്കും. നമ്മളാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് അല്ലേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ യൂണിഫോംസ് സ്കൂൾ അതോറിറ്റീസ് യൂണിഫോംസ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അവരും അത് ശ്രദ്ധിക്കണം. ക്ലൈമറ്റിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ വലിയ മാറ്റമൊന്നുമില്ല. ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് കോട്ടൺ ക്ലോത്ത് തന്നെയാണ് പറ്റുള്ളൂ അല്ലെ. മഴക്കാലം ആണെങ്കിൽ അധികം കട്ടി കൂടിയത് ഒഴിവാക്കുന്നു. വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ പ്യുവർ കോട്ടൺ തന്നെ ഫോളോ ചെയ്യും. കോട്ടൺ ഓർ ലിനൻ തന്നെ നോക്കും. എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും നമുക്ക് വരാറില്ല. ചൂടുകാലത്താണ് നമ്മൾ കൂടുതൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബോഡിയോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് അണ്ടർ ഗാർമെന്റ്സ്. അത് നല്ല നീറ്റും ക്ലീനും ആയിരിക്കണം, സോക്സ് ഉൾപ്പെടെ. Next is Govika, habit of using handkerchief. Okay, ma'am. Habit of using handkerchief. We have to develop the habit of using handkerchief in children. They can use it while they are sneezing, coughing, yawing, etc. Health education tips helps a person to keep his body. അതായത് നമ്മൾ കർച്ചീഫ് ഉപയോഗിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഹാൻഡ് കർച്ചീഫ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് അവർക്ക് ഒരു കർച്ചീഫ് നമ്മൾ അവരുടെ യൂണിഫോമിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവര് ചിലപ്പോ തുമ്മയോ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതൊരു പ്രൊട്ടക്ഷന് വേണ്ടി അത് എങ്ങനെയായാലും മറ്റു കുട്ടികളായാലും ശരി നമ്മുടെ കുട്ടികളായാലും ശരി അവർക്ക് അതൊരു എന്താണ് ഒരു നമ്മളുടെ ഒരു ഹെൽത്തി ഇതാണ്. കാരണം അവിടുന്ന് നമുക്ക് ഈ എയറിൽ നിന്ന് വരുന്ന നമ്മളുടെ ഓരോ അസുഖങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഒരു ഹാൻഡ് കർച്ചീഫ് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ അത് വളരെ കെയർ ചെയ്ത് കൊടുത്തു വിടുക. ഓക്കെ, അതാണ് മാം ഇതിനകത്ത് പറയുന്നത്. ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മളുടെ മൗത്ത് ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണല്ലേ, അതിലൂടെ പെട്ടെന്ന് ജേംസ് അകത്തേക്ക് കിടക്കാം. നമ്മൾ തുമ്മുമ്പോ ചുമയ്ക്കുമ്പോ അവിടെ നിന്ന് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. സ്നീസിങ് കഫിങ് കഴിഞ്ഞിട്ട് യോണിങ് YAWNING ഭയങ്കരമായിട്ട് കോട്ടുവായി ഇടുമ്പോ ഭയങ്കര ഓപ്പൺ ആയി വരും. ആ സമയത്ത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ നല്ല പോലെ വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന സമയമാണ് യോണിങ് സമയത്ത്. YAWNING. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് അതിനുള്ള ഒരു അവയർനെസ് തരുന്നു അല്ലെ. പേഴ്സൺ ടു കീപ് ഇതാണ് ബോഡി നല്ല ഹെൽത്തി ആയിട്ടും ഇൽനെസ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഓരോ ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോ ഒരു ഫാമിലി ഹെൽത്തി ആകുന്നു. അങ്ങനെ പല പല ഫാമിലികൾ ചേരുന്നതാണ് കമ്മ്യൂണിറ്റി. അങ്ങനെ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മാറും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൽനെസ്സിന് അത് തുടങ്ങുന്നത് എന്താ, ഫ്രം ഇൻഡിവിജ്വൽ, അവനവനിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ഒരു പേഴ്സണൽ ഹൈജീൻ. പിന്നെ നമ്മൾ ഓരോ വ്യക്തിയുടെയും അത് കഴിയുമ്പോൾ വീട്ടിലെ സറൗണ്ടിങ്സ്, ആ ഒരു സൊസൈറ്റി എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഹെൽത്തി, അങ്ങനെ ഒരു ഹെൽത്തി വേൾഡ് ആയി മാറട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ പലപ്പോഴും ചില ജീവിത സാഹചര്യങ്ങൾ കാരണം ചില ആളുകൾ അൺഹൈജീനിക് ആയിട്ടുള്ള വേ ഓഫ് ലൈഫ് ആക്കാറുണ്ട്. പിന്നെ ചില ലാക്ക് ഓഫ് അവയർനെസ് ഓൾസും അതും ഇങ്ങനെ പറയണ്ടായി. ഞാൻ ഡൽഹി പോയ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഡൽഹി ആയിരുന്നില്ല, ഞാൻ ചെന്നപ്പോ കണ്ടത് ഡൽഹി ഭയങ്കര അൺഹൈജീൻ ആയിട്ടുള്ള സ്ഥലം, വേസ്റ്റുകൾ വാരി വലിച്ചിട്ടിരിക്കുന്നു. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ ക്ലാസ്സിൽ ഡൽഹിയിൽ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇപ്പോഴും ഡൽഹിയിൽ തന്നെ ജീവിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിങ്ങനെ പറയായിരുന്നു അവിടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല ഈ
ഭയങ്കരമായിട്ട് പഴയ ബിലീഫും ട്രഡീഷൻസും ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്ന്. അതായത് വീടിനകത്ത് ടോയ്ലറ്റ് വെക്കുന്നത് നെഗറ്റീവ് ആണെന്ന് ഉള്ള ധാരണയിൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ അൺഹൈജീൻ ആയിട്ടുള്ള വേ ഓഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കുട്ടി ഷെയർ ചെയ്യണ്ടേ. ഓക്കെ, നമ്മള് ഡൽഹിയിലെ ആ യമുന നദി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടുത്തെ ആ ഹൈജീനെ കുറിച്ച്. ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് കളറിലെ വാട്ടറാണ് ആ യമുനയിൽ നിറയെ കിടക്കുന്നത്. പക്ഷെ ഹൈടെക് ആണ് ഡൽഹി എന്ന് പറയുമ്പോൾ. നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പോ ഞങ്ങളും ഡൽഹി പോയായിരുന്നു, കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ ഡൽഹി പോയിരുന്നു. അവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മള് മെയിൻ ഡൽഹി നമ്മളുടെ എല്ലാവരുടെയും ആ ഇതുണ്ടല്ലോ, നമ്മളുടെ ലോകസഭ അവിടെയൊക്കെ ആയിരുന്നു. നമ്മൾ അവിടെയാണ് നിന്നതും എല്ലാം. പക്ഷെ ആ ഡൽഹി അല്ല, ആ ഡൽഹിക്ക് വേറൊരു ഡൽഹി ഉണ്ടെന്ന് പറയും, മറു ഡൽഹി ഉണ്ടെന്ന് പറയും. അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തില് ചേരി എന്ന് പറയുന്ന എല്ലായിടത്തും ഇപ്പൊ പട്ടികൾ നോക്കുന്നിടത്തൊക്കെ പട്ടികളുണ്ട്. പക്ഷെ ആ എംബസി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര ക്ലീൻ ആണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്രയും ക്ലീൻ വേറെ എങ്ങും കാണാൻ പറ്റില്ല. പക്ഷെ അല്ലാത്തടത്ത് ഭയങ്കര മോശം. കാരണം നമുക്ക് ഹസ്ബൻഡിന്റെ അനിയൻ അവിടെ അമിത്ഷായുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെപ്യൂട്ടേഷനിൽ പോയതാ. അപ്പൊ അത് വിളിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ നമുക്ക് അവിടെ ആയിരുന്നു കുഴപ്പമില്ല, നല്ലതായിരുന്നു. എംബസീസ് എല്ലാം ആ റോഡ് വരെയും നല്ല ക്ലീൻ ആണ്. വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിക്കാൻ തന്നെ ആൾക്കാർ പ്രത്യേകമാണ്, എല്ലാം ആണ്. പക്ഷേ ഡൽഹിയുടെ മറു ഡൽഹിയിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ജനജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്കും പോപ്പുലേഷൻ ഹൈ ആണ്, പക്ഷേ എയർ പൊല്യൂട്ടഡ് ആണ്. അവിടുത്തെ വാട്ടർ മാത്രമല്ല, എയറും പൊല്യൂട്ടഡ് ആണ്. അങ്ങനെ കണ്ടിരുന്നു. ഞാൻ സ്ലം പോലത്തെ ഒരു ഏരിയയിലായിരുന്നു ഞാൻ ആദ്യം പോയത്. എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, ഭയങ്കര പ്രശ്നമായി പോയി. കാരണം മോളുടെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ഏരിയയുടെ ഭാഗത്താണ്, പക്ഷെ അതിന്റെ ബാക്ക് സൈഡ് ഒരു സ്ലം ഏരിയ, അങ്ങനത്തെ ഒരു ഇതായി പോയി. ഞങ്ങൾ പോയായിരുന്നു മിസ്സേ. പോയി വന്നപ്പോ എല്ലാവർക്കും വയറിളക്കവും പനിയായിരുന്നു. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെയൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ പക്ഷെ ആകെ ഡൽഹിയിലെ റോട്ടി ആണ് കഴിച്ചത്. ഗുരുദ്വാര ഇല്ലേ മാം, ഗുരുദ്വാര അതായത് ഈ പഞ്ചാബീസിന്റെ ഗുരുദ്വാരാസ് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് അക്കോമഡേഷൻ അവർ തരും. നമ്മൾ ചെന്നാ അവര് നമുക്ക് അക്കോമഡേഷൻ തരും. അവിടെ ആണെങ്കിൽ നമ്മൾ സേഫ് ആണ് മാം. നമുക്ക് നല്ല വെള്ളം, നല്ല ഫുഡ് അവിടെ തന്നെ ഉണ്ട്. അവർക്ക് ഈ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് നമ്മൾ അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കാം. ആ ഗുരുദ്വാരയില് നമ്മൾ അവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. ഞങ്ങൾ 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസം മാത്രമേ പഞ്ചാബിൽ പോയുള്ളൂ. ബാക്കി 8 ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗുരുദ്വാര നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് എപ്പോഴും. അവിടെ ഇങ്ങനെ പ്രാർത്ഥന എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് അവർക്ക് പ്രാർത്ഥനകളും. പക്ഷെ എല്ലാ ദിവസവും അവിടെ ആൾക്കാർ വരും. ഈ പഞ്ചാബീസ് ആണ് ഏറ്റവും, അവിടെ പഞ്ചാബീസ് ആണ് വരുന്നത്. അങ്ങനെ അത് നല്ലൊരു ഇതായിരുന്നു. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് തിരിച്ചുവരാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നമ്മൾ 2 യൂണിറ്റ് തീർത്തു. സോ നെക്സ്റ്റ് യൂണിറ്റ് ഏതാന്ന് ഞാൻ ജസ്റ്റ് കൺഫേം ചെയ്യാം. മിക്കവാറും 6th യൂണിറ്റ് ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ഫൈൻ, ആരാ സൈൻ ഔട്ട് ചെയ്യാനുള്ളത്? മാം, ഞാനാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. Okay, today it was a wonderful class. Thank you, ma'am. The class was about our record activity completion, and also we learned more about the personal hygiene among children. So once again, thank you, ma'am, for your valuable time and effort. And also thank you, my dear friends, for your active participation throughout the class. Signing out by Aishwarya. Thank you. Thank you, Miss. Thank you, Aishwarya. Thank you, ma'am.